നമ്മളൊരു ക്ലയൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ ഒരു 2 വാഷ്റൂമിൽ 2 വാഷ് ബേസിൻ ഏരിയ ഉണ്ട്, അത് രണ്ടും ബോക്സ് വെള്ളം വീണ് നശിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളവിടെ ചെല്ല് നോക്കണത്. നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് ഈർപ്പം പിടിച്ചിട്ടുണ്ടായിരുന്നു. ബോക്സ് മൊത്തത്തിൽ ഫ്ലൈവുഡിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. വെറ്റേരിയ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഈർപ്പം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുള്ള് ബോക്സ് മൊത്തം റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ മേലുള്ള ഗ്രാനൈറ്റ് സെപ്പറേറ്റ് ചെയ്തു. നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ ബോക്സ് ഫുള്ള് പിടിപ്പിച്ചിരുന്നത് ട്രൈവാൾ സ്ക്രൂവിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഈർപ്പം പിടിക്കുമ്പോൾ പെട്ടെന്ന് അത് പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മളിവിടെ ഈ ബോക്സ് ചെയ്യണത് J-സ്ക്വയറിലാണ്. ഔട്ടർ ഫ്രെയിമും ഡോറും എല്ലാം J-സ്ക്വയറിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യണത്. 2 ബോക്സ് കൂടാതെ ഒരു ബോക്സ് കൂടെ ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കോർണർ സെറ്റ് ചെയ്യാൻ തുടങ്ങി. കോർണർ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ 3 ബോക്സിൻ്റെയും നമ്മളെല്ലാം എല്ലാ പീസുകളും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് കോർണർ സെറ്റ് ചെയ്തു ആദ്യമേ തന്നെ. അതിനുശേഷമാണ് നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യുന്നത്. ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ PVC ലാമിനറ്റ് ഷീറ്റാണ് യൂസ് ചെയ്യണത്. നമുക്ക് 3 ബോക്സിനും വേണ്ട മെഷർമെൻറ്റിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ PVC ലാമിനേഷൻ ഷീറ്റ് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഫ്രെയിമിൽ ഷീറ്റുകളെല്ലാം സെറ്റ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഔട്ടർ ഫ്രെയിം സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഫ്രെയിമിലും സിലിക്കോൺ അപ്ലൈ ചെയ്ത് ഷീറ്റ് സെറ്റ് ചെയ്തു. അതിനുശേഷം ആ സെറ്റ് ചെയ്ത ഫ്രെയിം എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മളൊരു ബോക്സ് ഉണ്ടാക്കിയത്. അതെന്ന് പറഞ്ഞാൽ ഫുള്ള് J-സ്ക്വയറിൽ തന്നെയാണ് നമ്മൾ ഔട്ടർ ഫ്രെയിം എല്ലാം ഉണ്ടാക്കിയത്. അതിനുശേഷം നമ്മൾ ഓരോ ഫ്രെയിമിലും സിലിക്കോൺ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ഔട്ടർ ഫ്രെയിം ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ അതിനൊരു ബോക്സാക്കി അതിനെ കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മളതിനെ വാഷ്റൂമിൽ സെറ്റ് ചെയ്തു. ഇത് സെറ്റ് ചെയ്തത് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തേക്കണേ. സെറ്റ് ചെയ്തേക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂ തന്നെയാണ് യൂസ് ചെയ്തേക്കണേ. നമ്മൾ ആദ്യമേ ഈ ഫ്രെയിം സെറ്റ് ചെയ്യുന്നതിന് മുന്നേ സിലിക്കോൺ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്രെയിം സെറ്റ് ചെയ്തേക്കണേ. അതിനുശേഷം നമ്മൾ സിലിക്കോൺ അപ്ലൈ ചെയ്തിട്ട് ഗ്രാനൈറ്റും ബൗളും സെറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ സൈഡിലുള്ള ഗ്യാപ്പിൽ നമ്മൾ WN സിലിക്കോൺ അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മൾ അപ്പുറത്തെ വാഷ്റൂമിലും അതേ മെത്തേഡിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു. ആദ്യമേ ബോക്സ് എല്ലാം സെറ്റ് ചെയ്തു. അതിനുശേഷം WN ക്ലിയർ സിലിക്കോൺ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രാനൈറ്റും ബൗളും സെറ്റ് ചെയ്തത്. വാശേരിയിലൊക്കെ ഇതുപോലെ ഫ്ലൈവുഡ് യൂസ് ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. ക്ലയൻറ്റ് ഇത് 2 വർഷം പോലും ആയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇത് സെറ്റ് ചെയ്തിട്ട് അതിന് മുന്നേ ഇത് മൊത്തം പോയി എന്നാണ് പറഞ്ഞത്. ഞങ്ങളെ വിളിക്കുകയും ഇത് എത്രയും പെട്ടെന്നൊന്ന് ചെയ്ത് തരികയും വേണമെന്നാണ് ക്ലയൻറ്റ് ഞങ്ങളോട് റെക്കമെൻഡ് ചെയ്തത്. ഞങ്ങളത് ക്ലീനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുത്തു. ക്ലയൻറ്റ് ഹാപ്പിയാണ്. നമ്മൾ പറഞ്ഞതിലും നേരത്തെ തന്നെ നമ്മളതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബോക്സിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്.